ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം. നീ എന്താ ഉപ്പാനെ പറഞ്ഞത്? നീ എന്താ ഉപ്പാനെ പറഞ്ഞേ? അയാൾ പോയി പണിയൊക്കെ കിട്ടുന്ന നിന്റെ ആ +2 കാലത്തായി ഈ കൊറോണ അതിന്റെ മൂർധന്യത്തിലെത്തുന്നത്. അന്ന് ഉപ്പാന്റെ 3 മാസത്തെ സാലറി ഉപ്പ ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചു വെച്ചിട്ടാണ് നിനക്കൊരു നല്ല ഫോൺ വാങ്ങി തന്ന ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴേക്ക് 2 ഇംഗ്ലീഷ് വർത്താനൊക്കെ പറയുമ്പോഴേക്ക് ഉപ്പാനൊക്കെ പറ്റാതെ ഇല്ലേ അല്ലേ? നീ എന്നെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് ഫോൺ വിളിച്ചാല് ഉപ്പ ഫോൺ എടുത്താൽ ഒരു 5 മിനിറ്റ് ഉപ്പാനോട് മിണ്ടാറുണ്ടോ? ഉണ്ടോ? ഫോൺ എടുത്താൽ എന്താ പറയല്? ഉമ്മില്ലേ അതിനെ ചോദിക്കല്. അങ്ങനെ ഓവറായിട്ട് എന്നെ ബഹുമാനിക്കണം എന്നൊന്നുമില്ല. ആദ്യം ഉപ്പാനെ ബഹുമാനിക്കും കേട്ടോ. ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഗസാലിമാവും പറയാത്. നമ്മളെ ഉമ്മമാര് പലപ്പോഴും എന്താ ചെയ്യല്? എന്താണ് കരയുന്നത്? ഉപ്പ അടിച്ചേനാ? സഹിക്കും മോനെ, ഉമ്മ 25 കൊല്ലായി എൻ്റെ ഉപ്പാനെ സഹിക്കുന്നു. വെരി ഗുഡ്. എങ്ങനെ ഈ കുട്ടി നന്നാവുക? ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം. ഇനി തിരിച്ചു വന്നാൽ തന്നെ ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കണം. നീ ഉപ്പാനെ കാണുമ്പോൾ ഭയങ്കര പേടി, ഉപ്പ നാട്ടിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് ജമാഅത്തിന് പങ്കെടുക്കൽ. ഉമ്മാനെ തീരെ വിലയില്ല അല്ലേ? ഒരു ടൂറിനൊന്നും വേണ്ട, ഉമ്മാരെ പൊരുത്തം വാങ്ങിയിട്ട് മതി ബാക്കി. നീ ആദ്യം ടോയ്ലറ്റിലേക്ക് പോയിട്ടല്ലടോ ഈ കാഷ്ടിക്കാനും മൂത്രയിക്കാനും പഠിച്ചത്. അന്ന് ഈ പമ്പേഴ്സ് ഒന്നും ഇല്ലാന്ന്. ആ മടിത്തട്ടിലവിടെ മൂത്രയിക്കാനും കാഷ്ടിക്കാനും പഠിച്ചേനെ നീ. നമ്മൾ ഇന്ന് ടോയ്ലറ്റിൽ പോയി ഏത് കൈ കൊണ്ടാ വൃത്തിയാക്കൽ? ഇടത് കൈ കൊണ്ട്. നിന്റെ കാഷ്ടം വലത് കൈ കൊണ്ടൊരു തൊട്ട ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടെങ്കിൽ ആ ഉമ്മയായിരിക്കും. ആ ഉമ്മാക്ക് ഒരു മുസാഫാത്തില്ല, ആ ഉമ്മാനിക്ക് മെയിൻ്റില്ല അല്ലേ? നീ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് ഹൈ ലെവൽ 2 പേപ്പർ പ്രസന്റേഷൻ ഉണ്ട്, മറ്റന്നാൾ ഒരു PhD വാക്കുണ്ട്. നീ എവിടെ എത്താനാടാ നീ പോണത്? ആദ്യം ഉമ്മാരെ പൊരുത്തം വാങ്ങണം. ഇതാരെ പഠിപ്പിച്ചോണ്ട്? ഉപ്പ.